ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ ഈ ഒരു ഹാൻഡ് ബാഗേജ് ഗ്രൗണ്ട് സ്റ്റാഫ് ആവശ്യപ്പെടാറുണ്ടോ? ഈ ഒരു ബാഗേജ് ചെക്ക് ഇനിൽ ലഗേജിൽ ഇടാൻ ആവശ്യപ്പെടാറുണ്ടോ? എന്തുകൊണ്ട്? അത്തരം സാഹചര്യങ്ങളിൽ ബാഗ് കൈമാറുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പോയിന്റ് നമ്പർ 1, നമ്മൾ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗേജിന്റെ സൈസ് ഓവർ സൈസ്ഡ് ആയി കഴിഞ്ഞാൽ, ബൾക്കി ആയി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൽ ഓവർഹെഡ് ബിന്നിൽ ഇത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇഷ്യൂസ്. അത്തരം സാഹചര്യത്തിൽ ഹാൻഡ് ബാഗേജ് കളക്ട് ചെയ്യാറുണ്ട് കേട്ടോ. പോയിന്റ് നമ്പർ 2, ചില എയർക്രാഫ്റ്റുകൾ, ചെറിയ വിമാനങ്ങൾ ഓവർഹെഡ് ബിന്നിൽ സ്പേസ് കുറവായിരിക്കും. സോ അപ്പോഴും ഹാൻഡ് ബാഗേജ് കളക്ഷൻ വേണ്ടി വരും. പോയിന്റ് നമ്പർ 3, നമ്മൾ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗേജിന് പുറമെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ നിന്നും ഷോപ്പ് ചെയ്യും. സോ ഈ ഒരു ഷോപ്പിംഗ് ബാഗ്സും എല്ലാം ഫ്ലൈറ്റിനകത്ത് വെക്കാനും മാനേജ് ചെയ്യാനുള്ള സ്പേസ് പ്രോബ്ലം ഹാൻഡ് ബാഗേജ് കളക്ഷൻ വേണ്ടി വരും. പോയിന്റ് നമ്പർ 4, നമ്മൾ പോകുന്ന ചില എയർപോർട്ടുകൾ, ഡെസ്റ്റിനേഷൻ, അവിടുത്തെ റൺവേയുടെ പ്രത്യേകത, ക്യാബിൻ വെയിറ്റ് ഒക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോഴും ഗേറ്റിൽ ഹാൻഡ് ബാഗേജ് കളക്ഷൻ വേണ്ടി വരും. സോ ഹാൻഡ് ബാഗേജ് കൈമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാഗിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡ്, ക്യാഷ്, പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു ബാഗിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ അത് ഗ്രൗണ്ട് സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക. സോ ഈ ബാഗ് ഹാൻഡ് ബാഗേജ് ആയിട്ട് എടുക്കാൻ അവർ സമ്മതിക്കും. ഇനി ബാഗ് കൈമാറുമ്പോൾ ഉറപ്പുവരുത്തുക ഇത് പുതുതായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടെന്നും ആ ടാഗിന്റെ ഒരു ചെറിയ പോർഷൻ, ക്ലെയിം പോർഷൻ നമുക്ക് കിട്ടിയെന്നും ഉറപ്പുവരുത്തുക. ബിക്കോസ് നമ്മൾ ഈ ഒരു ബാഗ് അഡീഷണൽ ആയിട്ട് ചെക്ക് ഇൻ ചെയ്തു എന്നുള്ളതിന്റെ ഒരൊറ്റ പ്രൂഫ് ഈ ഒരു ക്ലെയിം പോർഷൻ ആയിരിക്കും. സോ നെക്സ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാം.